ആലപ്പാട്ട് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വ്യവസായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പരാജയപ്പെട്ടു. വിദഗ്ധ സമിതി റിപ്പോർട്ട് വരുന്നതുവരെ ഒരു മാസത്തേക്ക് സീ വാഷിംഗ് നിർത്തിവെക്കാമെന്ന സർക്കാർ നിർദ്ദേശം സമരസമിതി തള്ളുകയായിരുന്നു. ഖനനം നിർത്തിവെക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് സമരസമിതി പ്രഖ്യാപിച്ചത്. ആലപ്പാട്ടെ ജനങ്ങളുടെ അതിജീവനത്തിന്റെ പ്രശ്നമാണ്. കടലും ദേശീയ ജലപാതയും തമ്മിലുള്ള അകലം 20 മീറ്റർ മാത്രമാണുള്ളത്. ജനങ്ങളുടെ പ്രയാസം കണക്കാക്കാതെ കമ്പനികളുടെ കാര്യം പറയുന്നത് ജനാധിപത്യപരമല്ല. മന്ത്രി നേരിട്ട് വന്ന ജനങ്ങളുടെ ദുഃഖം മനസ്സിലാക്കട്ടെ എന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. അതേസമയം ഒരു മാസത്തേക്ക് ആലപ്പാട്ടെ തീരത്ത് സീ വാഷിംഗ് നിർത്തിവെക്കുമെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ആലപ്പാട്ടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ചാകും സീ വാഷിംഗ് തുടരുന്ന കാര്യം സർക്കാർ ഇനി തീരുമാനിക്കുക. എന്നാൽ ഇൻലാൻഡ് വാഷിംഗ് തുടരും. തീരമേഖലയുടെ ആലപ്പാട് പ്രദേശത്തെയും സുരക്ഷ ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഉണ്ടാകുമെന്നും സർക്കാർ പറയുന്നു. തീരമേഖലയിൽ പുലിമുട്ട് നിർമ്മാണം കാര്യക്ഷമമാക്കുമെന്നും കടൽ ഭിത്തികളും ശക്തിപ്പെടുത്തുമെന്നും തീരമേഖല കടലെടുക്കാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ നടപടികളും ഉണ്ടാകുമെന്നും സർക്കാർ പറയുന്നു. സർക്കാർ നടപടികൾ കണക്കിലെടുത്ത് സമരം തൽക്കാലം അവസാനിപ്പിക്കണമെന്ന് മന്ത്രി സമരക്കാരോട് അഭ്യർത്ഥിച്ചു. സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണമെന്നാണ് സർക്കാരിന്റെ ആഗ്രഹം. സമരക്കാർ തൃപ്തിയോടെയാണ് ചർച്ചയിൽ നിന്ന് മടങ്ങിയതെന്നും മന്ത്രി അറിയിച്ചു. എന്നാൽ ഖനനം നിർത്തിവെക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. കരിമണൽ കേരളത്തിന്റെ പൊതുസ്വത്താണ്. അതിനാൽ പൊതുമേഖലയിൽ ഖനനം നിർത്താനാകില്ല എന്നും EP ജയരാജൻ വ്യക്തമാക്കുന്നു. എന്നാൽ ഒരു തരത്തിലും സമരം നിർത്തുകയില്ല എന്ന നിലപാടിലാണ് സമരക്കാർ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത. എന്നിട്ട് ഇതാണോ നമ്മുടെ നാടിന് ആവശ്യമെന്ന് ഒരാൾ ചോദിച്ചു. ഉടനെ നീ പറയണം അല്ലേ അല്ല, ഇതൊക്കെ ആവശ്യമുണ്ട്, എന്നാൽ അത് ഇപ്പോൾ ആവശ്യമില്ല. എന്നിട്ട് ഇപ്പോൾ വന്നപ്പോൾ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നീയില്ല ആലപ്പാടെന്നുള്ളത് കൈ എന്നിപ്പം ആരെങ്കിലും പറയാം ഇതാണ് നാടിന് മനോരമ വന്നിരുന്നല്ലോ. മാതൃഭൂമി, പിന്നെ മീഡിയ വൺ, പിന്നെ ന്യൂസ് 18. മറുനാടൻ വന്നില്ലേ? മറുനാടൻ വല്ല വന്നില്ലേ? ഇന്നലെ എത്തിയല്ലേ? എത്രമാത്രം വലിയ ലോസാണ് ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അറൗണ്ട് 90% അല്ല പുള്ളി ഇപ്പം പറയുന്നില്ലേ